ഒരു കാലത്ത് അടയും ചക്കരയുമായിരുന്ന ഇറാനും ഇസ്രയേലും ഇപ്പോൾ എത്രമാത്രം ശത്രുക്കളാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇറാനിൽ സ്ഥാപിച്ചിരുന്ന ഇസ്രയേൽ ക്ലോക്കാണ്. അതൊരു കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. 2040 ആകുമ്പോൾ ഇസ്രയേൽ എന്ന സാമ്രാജ്യം ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും എന്ന ഇറാന്റെ ഉറപ്പായിരുന്നു ഈ ഇസ്രയേൽ ക്ലോക്ക്. ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ ഇസ്രയേലിന്റെ നാശം വരെ എത്ര ദിവസങ്ങൾ ശേഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു വലിയ സ്ക്രീനുണ്ട്. 25 വർഷത്തിനുള്ളിൽ ജൂതരാഷ്ട്രം അപ്രത്യക്ഷമാകും എന്ന ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ 2015 പ്രവചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണക്കുകൂട്ടൽ. ഖമനേയിയുടെ പ്രവചനം മുതൽ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൗണ്ട് ഡൗൺ നിലനിർത്തിയിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് 2015 നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 2040 ഇസ്രയേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം. ഈ പ്രവചനത്തിന്റെ ഓർമ്മ നിലനിർത്താനും തങ്ങളുടെ വിദ്വേഷം അത് എത്രത്തോളമാണെന്ന് ലോകത്തെ അറിയിക്കാനുമായി ആ വർഷത്തിലേക്ക് കൗണ്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ക്ലോക്ക് സ്ഥാപിച്ചിരുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടെ തകർക്കപ്പെട്ട ഇസ്രയേൽ ക്ലോക്ക് എന്താണ് എന്നറിയാൻ പലരും ആകാംക്ഷയോടെ ഗൂഗിളിലൊക്കെ ധാരാളം സെർച്ച് ചെയ്തിരുന്നു. എന്താണ് ഇസ്രയേൽ ക്ലോക്കിന്റെ പ്രത്യേകത? എന്തിനാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇത് ബോംബിട്ട് തകർത്തത്? 2015 നേരത്തെ പറഞ്ഞതുപോലെ അയത്തുള്ള ഖമേനി നടത്തിയ ഒരു പ്രസംഗത്തിനിടെ നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ഈ ക്ലോക്ക് സ്ഥാപിച്ചത്. 25 വർഷമാണ് ഇസ്രയേലിന് ഇറാൻ നൽകിയിരിക്കുന്നത്. ഖമേനിയുടെ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2017 ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ ഇസ്രയേൽ ക്ലോക്ക് എന്ന പേരിൽ ഇത് സ്ഥാപിച്ചത്. ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ തന്നെ അന്ത്യവിധി ദിനം പ്രവചിക്കുന്നതാണ് ഈ ക്ലോക്ക്. ഇസ്രയേൽ ക്ലോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ലോക്ക് കൊല്ലവർഷം 2040 പ്രവർത്തനം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2040 ആകുമ്പോഴേക്കും ഇസ്രയേൽ എന്ന രാജ്യത്തെ തന്നെ തുടച്ചു നീക്കുക എന്നതായിരുന്നു ഖമനേയിയുടെ ലക്ഷ്യം. ഇറാന്റെ ആധിപത്യത്തിന്റെ പ്രതീകമായതിനാലും ഇസ്രയേലിന്റെ അന്ത്യവിധി ദിനം പ്രവചിക്കുന്നതിനാലുമാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇങ്ങനൊരു ക്ലോക്ക് അവിടെ വേണ്ട എന്ന തീരുമാനത്തിലെത്തിയും ബോംബ് ആക്രമണത്തിൽ ഇസ്രയേൽ ക്ലോക്ക് തകർക്കുകയും ചെയ്തത്. ഇറാന്റെ പ്രവചന പ്രകാരം ഇനി ഇസ്രയേലിന് തകരാൻ 15 വർഷം കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടെയാണ് അയത്തുള്ള ഖമനേയിയുടെ ഈ ഇസ്രയേൽ ക്ലോക്കിനെ ബോംബാക്രമണത്തിൽ ഇസ്രയേൽ നശിപ്പിച്ചത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളും തകർത്തു എന്നാണ് വിവരങ്ങൾ. ഇനി അയത്തുള്ള ഖമനേയിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനാണ് ഇസ്രയേലിന്റെ ശ്രമം. ഖമേനി ഭരണത്തിന്റെ ഓർമ്മകളും അധികാര ശ്രേണികളും തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി ബസീസ് സേനയുടെ ആസ്ഥാനവും അയത്തുള്ള ഖമേനി രാഷ്ട്രീയ എതിരാളികളെ തടവിലാക്കാൻ ഉപയോഗിച്ചിരുന്ന കുപ്രസിദ്ധമായ എവിൻ ജയിലും ഇസ്രയേൽ തകർത്തവയുടെ കൂട്ടത്തിൽപ്പെടുന്നു. നിരവധി പേരാണ് ഇറാന്റെ തലസ്ഥാനത്തുള്ള ഇസ്രയേൽ ക്ലോക്ക് എന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ ഇതിനെക്കുറിച്ചുള്ള തെരച്ചിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആണവശക്തിയാകുമ്പോൾ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും. യുറേനിയം സമ്പുഷ്ടീകരണം 60% എത്തിയ ഇറാനെ ആക്രമിക്കുകയല്ലാതെ ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ആണവശക്തിയായാൽ ഇറാൻ അത് ആദ്യം പരീക്ഷിക്കുക ജൂതന്റെ നെഞ്ചത്താണെന്ന് ഇസ്രയേലിന് നന്നായി അറിയാം. എന്നാൽ തിരിച്ച് ഇസ്രയേൽ ആവട്ടെ ഈ ലോകത്ത് ഇറാന് നിലനിൽക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നില്ല. അവർ നടത്തിയ സൈനിക ഓപ്പറേഷനുകളിൽ പോലും ഇറാൻ സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചിരുന്നില്ല. 7 പതിറ്റാണ്ടിലേറെ നീണ്ടതാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം. 1947 മുതൽ 53 വരെയുള്ള തുടക്ക കാലഘട്ടം, 53 മുതൽ 79 വരെ പഹ്ലവി രാജവംശത്തിന്റെ സമയത്തെ സൗഹൃദ കാലഘട്ടം, 79 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം 1990 വരെയുള്ള മോശമായ കാലഘട്ടം, 91 ഗൾഫ് യുദ്ധത്തിന് ശേഷമുള്ള തുറന്ന ശത്രുതയുടെ കാലയളവ്. ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ 4 പ്രധാന ഘട്ടങ്ങളായി വിഭജിക്കാം. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിനു ശേഷം പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച പ്രത്യേക സമിതിയിലെ 11 അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത 3 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു. ഒരു രാഷ്ട്രത്തിലൂടെ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് വാദിച്ച ഇറാൻ വിഭജനം തലമുറകളുടെ പോരാട്ടത്തിലേക്ക് നയിക്കും എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇസ്രയേൽ സ്ഥാപിക്കുന്നതിനെതിരെ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ പ്രതിഷേധവും നടന്നിരുന്നു. എന്തായാലും ഇറാന്റെ ഈ ഒരു ക്ലോക്കിലൂടെ ഇസ്രയേലിന്റെ പതനം, ഇസ്രയേലിന് ഇനി 15 വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെ ആ ഒരു സ്വപ്നം കണ്ട് തന്നെ കാത്തിരിക്കുകയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.